അസ്സലാമലൈക്കും. ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് രാവിലെ യൂട്യൂബിൽ ഒരു ചാനലിലൂടെ ഒരു വീഡിയോ ഞാൻ കണ്ട്. നമ്മളിപ്പോൾ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലാവട്ടെ പിന്നെ യൂട്യൂബിലാവട്ടെ സമദ് സഖാഫി പിന്നെ ഭാര്യ റുഷ്ത എന്ന പേരിൽ കുറേ റീല് കാണുന്നുണ്ട് ആ പാട്ടിൻ്റെ ഇതിൽ. അപ്പോൾ പിന്നെ സമദ് സഖാഫി എന്ന് പറയുന്ന ആ ഉസ്താദിനെ മറ്റൊരു ചാനലിലൂടെ ആ ചാനലിലെ കാക്ക സംസാരിക്കുന്ന കണ്ടിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമായി കണ്ടപ്പോൾ മാപ്പ് പറയണമെന്ന് തോന്നി. ഞാനും ചിരിച്ചിന് വീഡിയോ കണ്ടിട്ട്. പിന്നെ ഞാനും പിന്നെ ഭർത്താവും മോനൊക്കെ ആയിട്ടിരുന്ന് ചിരിച്ചിട്ടുണ്ട്. കുറേ റീൽസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ ആ പാട്ട് വെച്ചിട്ട് ഒരുപാട് റീൽസ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കുറേ ആണുങ്ങൾ ചെയ്തതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ പിന്നെ നമ്മളെ പെൺകുട്ടികൾ ചെയ്തതായിട്ടും പിന്നെ ഞാൻ റീൽസ് കണ്ട്. പിന്നെ എന്തിനു പറയുന്നു, ഞാൻ വരെ എൻ്റെ മോനോട് പറഞ്ഞ്, പിന്നെ മോന് ഇത് റീൽ ചെയ്യുന്നു ഞാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഞാൻ ചെയ്യുന്നില്ല, ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ മറ്റുള്ളവർ ചെയ്തതായിട്ട് ഞാൻ കണ്ട്. ഭയങ്കരമായിട്ട് വിഷമമായി ഉസ്താദ് പറയുന്നൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ എല്ലാവരും വിവാഹം നല്ല ആർഭാടമായിട്ടും പിന്നെ ഭയങ്കരമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ഒരു പൂതി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, അതായത് എല്ലാ ഉസ്താദന്മാർ ഒരുപാട് മദ്ഹ് ഗാനം പാടിയിട്ടുള്ള ഉസ്താദന്മാരുള്ളത്, പിന്നെ ഉസ്താദിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും. അപ്പോൾ പിന്നെ അതുപോലെ എനിക്കും ഇങ്ങനെ ഒന്നും പാടണമെന്നല്ല, അതുപോലെ ഒന്ന് പാടി ഒന്ന് സന്തോഷമായിട്ട്. അത് അന്ന് അവിടെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പോലും. അപ്പോൾ അത് കാരണമാണ് ഇതിങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്നുണ്ടായാലും ആ വീഡിയോയിൽ ഉസ്താദ് പറയുന്നുണ്ട്. പിന്നെ ഭയങ്കര വിഷമമായി കണ്ടപ്പോൾ. പിന്നെ എന്തായാലും എനിക്കിപ്പോൾ ഒരു ക്ഷമ പറയണം. ഞാനും ആ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, ഉസ്താദ് പൊറുക്കുക, ഭാര്യ റുഷ്ത പൊറുക്കുക. നമ്മളെ ഒരു വിവരമില്ലായ്മ കൊണ്ട് ചിരിച്ചു പോയി അത് കാണാം. പക്ഷേ നിങ്ങളെ ആ ഒരു പാട്ട് കാണുമ്പോൾ അതിനനുസരിച്ച് മറ്റൊരാൾ റീൽ ചെയ്യുന്ന അതും കൂടെ കാണുമ്പോഴാണ് എല്ലാവരും ചിരിച്ചു പോകുന്നത്. പിന്നെ എന്താ പറയണ്ടത്, കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെയാണ് ആ വീഡിയോ കണ്ടത്, ഉസ്താദായിട്ട് സംസാരിക്കുന്ന ആ വീഡിയോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി അതിൻ്റെ സത്യാവസ്ഥ ആരാന്നുള്ളതൊന്ന് കാണണമെന്നും പിന്നെ ഉസ്താദായാലും പിന്നെ ഭാര്യയായാലും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. വീഡിയോയിലൂടെ ഒന്ന് കാണണമെന്നുണ്ടായി എന്താ സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി. കുറേ പാട്ട് അവിടെ കട്ടാക്കിയിട്ടുണ്ട് പോലും. അങ്ങനെയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ വരികളായിട്ടൊക്കെ കയറ്റിയിട്ടുള്ള അതിൻ്റെ അകത്തേക്ക് ഉസ്താദ് പറയുന്നത്. പിന്നെ വിഷമമായ ഉസ്താദിൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഒരുപാട് മദ്ഹ് ഗാനങ്ങളെല്ലാം പാടിയ പിന്നെ ആളാണ് ഈ പാട്ട് പാടിയതെന്നും എല്ലാം അതിലുണ്ട്.